കിങ്ങിണിക്കുട്ടൻ കമോൺ ചൂടോടെ ഏറ്റുവാങ്ങിക്കോളൂ. എന്താ പറഞ്ഞത്? പിണറായി വിജയനെ പതപ്പിക്കുന്ന കുറച്ച് IAS-കാരുണ്ടെന്നോ? അങ്ങനെ എന്തോ ആണല്ലോ ദിവ്യ അയ്യർ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രകീർത്തി പങ്കുവച്ചതിന് അഭിപ്രായം രേഖപ്പെടുത്തിയത്. അതിന് അതേ നാണയത്തിലുള്ള മറുപടി എത്തിയിട്ടുണ്ട്. അപ്പോൾ കിങ്ങിണിക്കുട്ടൻ പറഞ്ഞത് ഓർക്കണം. ഒരു സഹപ്രവർത്തകനെക്കുറിച്ച് നല്ല 4 വാചകങ്ങൾ എഴുതിയതിന് കിങ്ങിണിക്കുട്ടൻ ദിവ്യ അയ്യർ IAS-നെ കുറിച്ച് പറഞ്ഞ വാചകം. അതായത് ഈ പിണറായിൻ്റെ പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ചുരുക്കം ചില. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റർ ഇട്ടത്. അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സോപ്പിടുമ്പോൾ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും, അത്രേ പറയുന്നു. കേട്ടല്ലോ, IAS-കാരി പാദസേവയാണ്, പദപ്പീരാണ്. ഇതൊക്കെയാണ് മുരളീധരൻ വിദ്യാസമ്പന്നയായിട്ടുള്ള ഒരു യുവതിയെക്കുറിച്ച് പറഞ്ഞ വാചകം. സ്വാഭാവികമായിട്ട് ഇത് പറയാൻ എന്തുകൊണ്ടും അർഹതയുണ്ട്. കാര്യം അച്ഛൻ്റെ കുടുംബ സ്വത്തായിട്ട് രാഷ്ട്രീയത്തിലെത്തി, അല്ലെങ്കിൽ പിൻവാതിൽ നിയമനം നൂലിക്കെട്ടി ഇറക്കി വന്ന വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം മറ്റൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെക്കുറിച്ച് പറയാൻ പറ്റിയ നല്ല വാചകം തന്നെയാണ്. എന്തായാലും അതിനാണിപ്പോൾ ദിവ്യ അയ്യർ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പദപ്പീരിനുള്ള മറുപടി കൊടുത്തിരിക്കുന്നത്. നല്ല പോളിഷ്ഡ് ഭാഷയിൽ ഉശിരൻ മറുപടി തന്നെയെന്ന് പറയേണ്ടി വരികയാണ്. ആ വാചകങ്ങൾ ഇങ്ങനെയാണ്. അതും കോൺഗ്രസ്സുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് മോശം ചിത്രീകരിക്കാൻ ഫോട്ടോ കിട്ടിയിട്ടില്ലെങ്കിൽ പുതിയ ഫോട്ടോയും കൂടി പങ്കുവെച്ചുകൊണ്ടാണ് അവർ ഈ കുറിപ്പിട്ടിരിക്കുന്നത്. മഴ പെയ്തു കഴിഞ്ഞ് മരം പെയ്യുന്നു എന്ന പോലെ ഇറ്റിറ്റ് വീഴുന്ന മഴത്തുള്ളികൾ എവിടെയൊക്കെയോ ചിലമ്പുന്നതും പുലമ്പുന്നതും കേൾക്കുന്നുണ്ട്. എൻ്റെ ഔദ്യോഗിക കുടുംബത്തിലെ അംഗങ്ങൾ വിട്ടുപോകുമ്പോൾ അവരുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ അഭിമാനം തോന്നിയെന്ന് എനിക്ക് ബോധ്യമുള്ളപ്പോൾ സ്നേഹാദരവ് അർപ്പിക്കുക അന്നും ഇന്നും എൻ്റെ ഒരു പതിവാണ്. അത് പതയല്ല, ഞാൻ നടക്കുന്ന എൻ്റെ ജീവിത പാതയാണ്. ഇനിയും തുടരും. ഏവരോടും സസ്നേഹം. നോട്ട് ദ പോയിന്റ്, ഇനിയും തുടരും. അതായത് ഇവിടം കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. കിങ്ങിണിക്കുട്ടൻ്റെ ആ വാചകങ്ങൾക്ക് അതിനേക്കാൾ നല്ല തീവ്രതയുള്ള മറുപടിയാണ്. നേരത്തെ ഞാൻ പിണറായി വിജയൻ എൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ്. അതായത് ഏത് കുടുംബത്തിലെ? ഞാൻ ഒഫീഷ്യലി ജോലി ചെയ്യുന്ന ഒരു കുടുംബം, ആ തൊഴിൽ മേഖല കുടുംബമായിട്ട് പരിഗണിച്ചുകൊണ്ട് ആ മേഖലയിലുള്ള കുടുംബാംഗങ്ങളെപ്പോലെ കാണുന്ന എൻ്റെ സഹപ്രവർത്തകർ, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചും അവർ മറ്റു വഴികളിലേക്ക് പോകുമ്പോൾ അവരെക്കുറിച്ച് നല്ല വാചകങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളത് ഞാൻ പഠിച്ച പാഠമാണ്. അതെന്തുകൊണ്ട് കിങ്ങിണിക്കുട്ടന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ, പിൻവാതിൽ നിയമനവും സ്കൂളിൽ വിട്ടെങ്കിലും ആ സന്ദർഭത്തിൽ അച്ഛൻ്റെ പണത്തിൻ്റെ ബലത്തിൽ മാങ്ങേറിയാൻ പോയതിൻ്റെ അവസ്ഥയാണ്. മുരളീധരനെ സംബന്ധിക്കുന്നിടത്തോളം മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, സഹപ്രവർത്തകരോട് എങ്ങനെയാണ് മര്യാദപൂർവ്വം അല്ലെങ്കിൽ ബഹുമാനപൂർവ്വം പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ അറിയാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഈ രൂക്ഷമായ ഭാഷയിൽ മാപ്ര കോലുകൾക്ക് മുന്നിൽ കത്തിക്കയറിയാൽ ചിലരൊക്കെ നിശബ്ദമാകുമെന്ന് കോൺഗ്രസ്സുകാരോ ലീഗുകാരോ കരുതുന്നുണ്ടെങ്കിലോ ശബരിനാഥനെ കൊണ്ട് പറയിച്ച് നിർവൃതി അടയുന്നവരോ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പാടെ തെറ്റിപ്പോയി. നിങ്ങൾ വിചാരിക്കുന്നിടത്ത് ഈ കാര്യങ്ങൾ നിൽക്കില്ല. ഞാൻ ഇനിയും ഇത് തുടരും എന്ന് അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള സന്ദേശമുണ്ട്. ഇങ്ങനെയൊന്നും ഇങ്ങോട്ട് വരണ്ട എന്നുള്ള കാര്യം. അതിനോടൊപ്പം തന്നെ നേരത്തെ അവർ സഹപ്രവർത്തകരായിരുന്നവരെക്കുറിച്ച് എഴുതിയ മുൻ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇതിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം ക്ലിയറായ സ്ഥിതിക്ക് പതയും പാതയും തമ്മിലുള്ള വ്യത്യാസം അതിനിപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് കോൺഗ്രസ്സുകാർ കുറേ മെനക്കെടേണ്ടി വരും. കാര്യം നേരെ ഒരു വാചകം വായിക്കുന്നതിനപ്പുറം അതിൽ അന്തർലീനമായിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ടാണല്ലോ ഇവരെ കോൺഗ്രസ് എന്ന് വിളിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ചിലർ ഇതുപോലുള്ള നേതാക്കന്മാരെ കണ്ടിട്ട് വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നതും. എന്തായാലും നിശബ്ദമാക്കാമെന്ന് പ്രതീക്ഷിച്ചവർക്ക് മുന്നിൽ നിശബ്ദയാകില്ല, ശക്തമായി തൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുമെന്നുള്ള സന്ദേശം കൂടി കൊടുക്കുമ്പോൾ എന്തിനാണടേ നീയൊക്കെ സമയം കളഞ്ഞതെന്ന് ഈ നാട്ടുകാർക്ക് അങ്ങോട്ട് ചോദിക്കേണ്ടി വരികയാണ്.